നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും ഹോട്ടലിൽ പോയി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കില്ല സിംറ്റംസ് വരുന്നത്. ഒരാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, മറ്റേ ആൾക്ക് പിറ്റേ ദിവസം അസിഡിറ്റി ആയിരിക്കും. ഇതെന്തുകൊണ്ടായിരിക്കും ഇത്? നമ്മളുടെ ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാതം, പിത്തം, കഫം എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് അവരവരുടെ നോർമൽസി സ്റ്റേജിലാണെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇതിനകത്ത് നമ്മളിപ്പോൾ ഓരോ ആക്ടിവിറ്റീസ്, ഇപ്പോൾ പിത്തത്തിനെ വീഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കഫത്തിനെ വീഷിയേറ്റ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ഇത് ഇംബാലൻസ് ആവാൻ തുടങ്ങും. ഈ സ്റ്റേജിനെ പറയുന്നതാണ് ക്ഷയ. അതായത് പതുക്കെ പതുക്കെ നമ്മുടെ ബോഡിയിൽ ദോഷാസ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. സോ ഈ ക്ഷയ സ്റ്റേജിൽ നമ്മൾ എന്തെങ്കിലും ഒരു കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇപ്പോൾ രാത്രി എന്നും ലേറ്റായിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക് വാദം കൂടുന്നുണ്ടാവും. സോ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാദം കൂടിയേക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പോസിബിളാണ്. ഇനി നമ്മൾ ഈ കറക്ഷൻ ചെയ്തില്ലെങ്കിൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളുടെ ആ ദോഷാസ് മാക്സിമം ബ്രിമ്മിൽ വരും. ഈ സമയത്താണ് ഞാൻ പറഞ്ഞ ലക്ഷണാസൊക്കെ കണ്ടു തുടങ്ങുക. ഇനി ഇത് കഴിഞ്ഞിട്ടും നമ്മൾ കറക്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഇത് വീണ്ടും നിറഞ്ഞ് നമ്മളുടെ സ്ഥാനത്ത് നിന്ന് ഒലിക്കാൻ തുടങ്ങും. സോ ഈ ഒരു സിറ്റുവേഷനെ പറയുന്നതാണ് പ്രസര. അപ്പോൾ ക്ഷയ, പ്രകോപ, പ്രസര. ഈ 3 അവസ്ഥകളിലും നമുക്ക് രോഗലക്ഷണങ്ങൾ ചെറുതായിട്ട് കാണും. ലൈക്ക് ലെത്താർജി, ബ്രെയിൻ ഫോഗ്, വെയിറ്റ് ഗെയിൻ, ഹെയർ ലോസ്, ഇങ്ങനത്തെ ചെറിയ കുഞ്ഞു സിംറ്റംസ് കാണും. പക്ഷേ ഈ സമയത്ത് നമ്മൾ അതിനെ അക്നോളജ് ചെയ്ത് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും വീക്കസ്റ്റ് സ്പോട്ട് അഡ്ഹിയർ ചെയ്യും. ആ സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡിസീസസ്, ആക്ച്വൽ കണ്ടീഷൻസ് കാണുന്നത്. സോ നമ്മൾക്ക് എന്താണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്താണ്? ഈ പ്രകോപ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത് കുറച്ച് തുടങ്ങുക. സോ ഡിസീസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇത് സീസൺ വൈസും ഇങ്ങനെ കൂടുന്നുണ്ട്. സമ്മർ, വിൻ്റർ, ഇത് മാറുന്നതനുസരിച്ച് നമ്മുടെ ദോഷ ലെവൽസ് മാറുന്നുണ്ട്. ഇതുകൊണ്ടാണ് കർക്കിടക ചികിത്സ ഇമ്പോർട്ടൻറ്റ്.